എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. രാവിലെ തുടങ്ങുകയാണ് ആദ്യം പ്രധാന വാർത്തകൾ. സിറിയയിലേക്ക് ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. 48 മണിക്കൂറിനിടെ 480 മിസൈൽ ആക്രമണങ്ങൾ. ഇന്ത്യക്കാരെ സിറിയയിൽ നിന്ന് ഒഴിപ്പിക്കുന്നു. 75 പേരെ ലെബനനിൽ എത്തിച്ചു. ലെബനനിൽ നിന്ന് വിമാനമാർഗം നാട്ടിലെത്തിക്കും. മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്ന്. ഫലം തച്ചമ്പാറ ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണത്തിൽ നിർണായകം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിലെ ഫലവും ഇന്ന്. തിരുവനന്തപുരത്ത് CPM സമ്മേളനത്തിനായി വഴിമുടക്കിയത് ആരെല്ലാം? പ്രതികളുടെ പേരുകൾ വഞ്ചിയൂർ CI ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. പോലീസ് എടുത്ത നടപടികളും വിശദീകരിക്കും. ചാണ്ടി ഉമ്മന് പിന്നാലെ കോൺഗ്രസിൽ കൂടുതൽ പേർ VD സതീശനെതിരെ. സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ളവർക്ക് മാത്രമേ പരിഗണനയുള്ളൂവെന്ന് JS അഖിൽ. ഗ്രൂപ്പിനപ്പുറം സതീശൻ വിരുദ്ധർ സംഘടിക്കുന്നതായി റിപ്പോർട്ട്. പ്രതിരോധിക്കാൻ സതീശൻ ക്യാമ്പ്. കണ്ണൂർ കോൺഗ്രസിലെ പൊട്ടിത്തെറിയും ശക്തം. MK രാഘവനും മാർട്ടിൻ ജോർജിനുമെതിരെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും രംഗത്ത്. സമവായമുണ്ടാക്കാൻ KPCC ശ്രമം തുടങ്ങി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ഇരുപക്ഷങ്ങളും സഭ തടസ്സപ്പെടുത്തുന്ന അസാധാരണ സാഹചര്യം തുടരും. അദാനി വിഷയം വിടാതെ കോൺഗ്രസ്. ജോർജ് സോറസ് ബന്ധം ഭരണപക്ഷം ഇന്നും ഉയർത്തും. സമസ്ത പണ്ഡിത സഭ മുഷാവറ ഇന്ന് യോഗം ചേരുന്നു. ഭിന്നാഭിപ്രായങ്ങൾക്കിടെയുള്ള യോഗം. മുസ്ലിം രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രം. ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്ക പരിഹാരത്തിന് ശ്രമമുണ്ടാകും. റീൽസ് എടുക്കുമ്പോൾ യുവാവിനെ ഇടിച്ചിട്ട വാഹനമേതെന്ന് സ്ഥിരീകരിച്ചില്ല. ഡിഫൻഡർ എന്ന പോലീസ് FIR. ബെൻസ് ആണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ആൽവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 13ാം മത്സരം ഇന്ന്. ഗുകേഷിനും ഡിങ് ലിറനും നിർണായക പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2:30. വിശദമായ വാർത്തകളിലേക്ക്. സിറിയയിലെ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുകയാണ്. 75 ഇന്ത്യക്കാരെ ഇന്നലെ ലെബനനിലേക്ക് മാറ്റി. ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം സിറിയയിൽ ഉടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സിറിയൻ നാവികസേനയുടെ കപ്പൽ നശിപ്പിച്ചു. വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മനു, ഗുഡ് മോർണിംഗ്. ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? യെസ്, ഗുഡ് മോർണിംഗ് അശ്വതി. ഇസ്രായേലിൽ ആക്രമണം തുടരുന്നു. സിറിയയിലേക്ക് 450 തവണ ആക്രമണം നടത്തി എന്നാണ് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നത്. സിറിയയിൽ സാഹചര്യങ്ങൾ സങ്കീർണമായി തന്നെ തുടരുന്നു. അധികാര കൈമാറ്റം സുഗമമായി വേണം എന്ന നിലപാട് ഇന്ത്യ വയ്ക്കുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ഏത് സാഹചര്യത്തിലേക്ക് ഉരുത്തിരിയും എന്നറിയില്ല. അതുകൊണ്ട് പ്രധാനമായും അവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. 75 പേരെ ഇന്നലെ ഒഴിപ്പിച്ചതിൽ 44 പേർ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. സാധാരണക്കാരെയാണ് ആദ്യഘട്ടത്തിൽ ഒഴിപ്പിച്ചത്. മറ്റുള്ളവർ ഡമാസ്കസ് എംബസിയുമായി ബന്ധപ്പെടണം എന്ന നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അതിനായുള്ള ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ബന്ധപ്പെടാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം പരിശോധിക്കണം എന്നാണ് ആളുകളോട് പറയുകയും ചെയ്യുന്നത്. അതേസമയം ഈ ലെബനനിലേക്ക് മാറ്റിയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഇനി അവിടുന്ന് ലഭ്യമാകുന്ന വിമാനം വഴി ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്താനാകും. അവർ സുരക്ഷിതരാണ് എന്ന് പറയുന്നു. അവരും ഡമാസ്കസ് എംബസിയുമായാണ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഈ സിറിയയിൽ നടക്കുന്ന വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് നിരീക്ഷിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ
ശക്തമായ ആക്രമണം സിറിയക്കെതിരെ തുടരുന്നു. രാസായുധ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ എടുക്കുന്നത്. അതേസമയം ഐക്യരാഷ്ട്രസഭ ഈ സൈനിക നീക്കങ്ങൾ നിർത്തിവെക്കണം എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഈ അധികാര കൈമാറ്റ സമയത്ത് ഈ സൈനിക കേന്ദ്രങ്ങളിലും അതുപോലെ രാസായുധങ്ങളുമൊക്കെ വിമതർ എടുക്കുകയും പിന്നീട് അത് തുടർന്ന് വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിച്ചേക്കുമെന്നൊക്കെയുള്ളൊരു ആശങ്ക ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് പരമാവധി ഈ സിറിയയിലെ ആയുധ ശേഖരങ്ങളും അതുപോലെ സൈനിക കേന്ദ്രങ്ങളും തകർക്കുക എന്ന നീക്കം തന്നെ വളരെ ശക്തമായി ഇസ്രായേൽ തുടരുകയാണ്. ഗോളൻ കുന്നുകളിൽ ചില മേഖലകളിൽ ഈ പരസ്പരം സൈന്യങ്ങൾ ആയുധം ഉപയോഗിക്കരുത് എന്നൊരു നിയമം നേരത്തെ ധാരണ എത്തിയിരുന്നു. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ പ്രദേശത്തെ കൂടി ഇസ്രായേൽ കടന്നു കയറുന്നു. അത് വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ നീക്കം നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും സിറിയയിൽ വിഷയം വളരെ സങ്കീർണമായി തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ ഭീകര സംഘടന പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങി യുഎസും യുകെയും. വിമത സംഘം സിറിയയിൽ സർക്കാരുണ്ടാക്കാനുള്ള നീക്കത്തിലാണ്. ഇദ്ലിബ് പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് അൽ ബഷീർ കാവൽ പ്രധാനമന്ത്രിയാകും. വെറും 12 ദിവസം കൊണ്ടാണ് അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമത സംഘം സിറിയ കൈയടക്കിയത്. മാർച്ച് 1 വരെ ട്രാൻസിഷണൽ സിറിയൻ ഗവൺമെന്റിന്റെ കാവൽ പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീർ ചുമതലയേറ്റു. HTS നേതാവ് അബു മുഹമ്മദ് അൽ ജലാനി പ്രസിഡന്റാകും. HTS സിറിയൻ സർക്കാർ ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവരോടുള്ള നിലപാട് മയപ്പെടുത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നത്. ബ്രിട്ടനും HTSനെ ഭീകര സംഘടനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുകയാണ്. അതേസമയം സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിന്റെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിയെന്നാണ് റിപ്പോർട്ടുകൾ. ബഫർ സോണുകളിൽ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചു. സിറിയൻ രാസായുധ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഇറാനെയും ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെയും പിന്തുണച്ചിരുന്ന അസദിന്റെ വീഴ്ച സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ വിമതരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വാദം ഇന്ന് ആരംഭിക്കുമെന്നുള്ളതാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം നടക്കുക. 1 മാസം കൊണ്ട് വാദം പൂർത്തിയായേക്കുമെന്നാണ് അറിയുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇന്ന് അന്തിമ വാദം തുടങ്ങുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും കോടതിയുടെ പരിഗണനയിലേക്ക് വരിക? അന്തിമവാദം ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് കോടതി എന്തൊക്കെ കാര്യങ്ങളാകും പരിഗണിക്കുക? അശ്വതി, കഴിഞ്ഞ, അതായത് 2018 മാർച്ചിൽ തുടങ്ങിയ വാദമാണ്. കഴിഞ്ഞ 7.5 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളും അതേ തുടർന്നുള്ള വിവാദങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയിട്ട് 7.5 വർഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തെളിവായ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ പരാതി നൽകിയിരുന്നു. അത് കോടതിയുടെ അധികാരത്തിലെടുത്ത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായിട്ടുള്ള പരാതി നിലനിൽക്കെ അതിൽ നടപടിയെടുക്കാൻ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉൾപ്പെട്ട പരാതി നൽകിയിട്ടും അതിൽ നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി, അതായത് ജുഡീഷ്യറിക്ക് മേലുള്ള ഭരണ സംവിധാനം ഇതിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, 3 തവണയാണ് മെമ്മറി കാർഡ് ഹാഷാലി മാറിയതുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ആണ് ഇത് കണ്ടെത്തിയത്. പക്ഷേ ഹണിയം വർഗീസ് കോടതിയിൽ വെച്ച്, അതായത് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദും സിരസദാർ സാജുദ്ദീനും മഹേഷ് മോഹനൻ എന്ന് പറയുന്ന ബെഞ്ച് ക്ലർക്കും കൂടിയാണ് പല തവണയായിട്ട് ഈ മെമ്മറി കാർഡ് തുറന്നു നോക്കുക. അത് വിവാ ഫോണിൽ, അതായത് സാജുദ്ദീന്റെ വിവാ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് തുറന്നു നോക്കിയെന്ന് പറയുന്നു. പിന്നീട് വിവാ ഫോൺ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. കോടതി തെളിവ് ചോദിച്ചപ്പോൾ വിവാ ഫോൺ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ, അതായത് കോടതിയിലെ ആളുകളെ രക്ഷിക്കാനുള്ള നീക്കമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള പരാതിയും കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദവിധി തുടങ്ങുമ്പോൾ സംസ്ഥാന സർക്കാർ 2 ആഴ്ചത്തേക്ക്, അതായത് പ്രോസിക്യൂഷൻ വാദം തുടങ്ങാൻ 2 ആഴ്ചത്തേക്കുള്ള സമയം കൂടി ആവശ്യപ്പെട്ടുണ്ട്. 1 മാസത്തിനകം വിധി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.
ഒരു സ്ത്രീയോട് ലൈംഗികാതിക്രമം കാട്ടാൻ കൊട്ടേഷൻ നൽകിയെന്ന കേരളം അതുവരെ കേൾക്കാത്ത കുറ്റകൃത്യ വാർത്തയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. മലയാള സിനിമയിലെ പ്രധാനിയായ ദിലീപിന്റെ അറസ്റ്റിനും സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും വഴിവെച്ചത് ഈ കുറ്റകൃത്യമാണ്. കേസിന്റെ നാൾ വഴിയിലേക്ക് 7 വർഷത്തോളം നീളുന്ന അതിജീവിതയുടെ നിരന്തര നിയമ പോരാട്ടത്തിനൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് അന്തിമവാദത്തിലേക്ക് കടക്കുന്നത്. 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം നടിയെ കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തെന്ന വാർത്ത കേരളത്തെ ഉലച്ചു. രാജ്യത്താകെ ചർച്ചയായി. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഡ്രൈവർ മാർട്ടിൻ ആന്റണി. സിനിമാ രംഗത്തെ ഡ്രൈവർ പൾസർ സുനിയാണ് കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമായി. കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ. പിന്നീട് കേസിൽ 8ാം പ്രതിയായ ദിലീപും കൂട്ടായ്മയിൽ. ഫെബ്രുവരി 23 പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ സുനിൽകുമാർ, തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 18 സുനിൽകുമാറിനെ 1ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം. ആകെ 7 പ്രതികൾ. 50 ലക്ഷം രൂപയുടെ കൊട്ടേഷനെന്ന് പൾസർ സുനിയുടെ മൊഴി. ദിലീപിന്റെ പങ്ക് വ്യക്തമാകുന്ന നിർണായക തെളിവുകൾ ലഭിച്ചതോടെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി ദിലീപിനെയും നാദിർഷായെയും ചോദ്യം ചെയ്യുന്നു. ജൂലൈ 10 ദിലീപിന്റെ നിർണായക അറസ്റ്റ്. 85 ദിവസത്തോളം റിമാൻഡ് തടവുകാരനായി ദിലീപ് ആലുവ സബ് ജയിലിൽ. ഒക്ടോബർ 3 ഉപാധികളോടെ ജാമ്യം. നവംബർ 22 ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം. 2018 മാർച്ച് 8 വിചാരണ നടപടികൾ ആരംഭിച്ച കേസിൽ പിന്നെ കേരളം കണ്ടത് സാക്ഷികളുടെ കൂട്ടക്കൂറുമാറ്റം. വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിൽ സുപ്രീംകോടതി ഉൾപ്പെടെ ആശങ്ക രേഖപ്പെടുത്തിയ കേസിൽ കേസ് നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ വിവിധ ഹർജികളുമായി ദിലീപ് വിചാരണ കോടതി മുതൽ സുപ്രീംകോടതി വരെ എത്തിയത് 50 തവണ. വിചാരണ കോടതി മാറ്റണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി വരെ പോയിട്ടും നടിക്ക് തിരിച്ചടി. ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡിന്റെ ഹാഷ്ടാഗ് മാറിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നടത്തിയ നിയമ പോരാട്ടത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായില്ല. കേസ് അന്തിമവാദത്തിലേക്ക് നീങ്ങുമ്പോഴും മെമ്മറി കാർഡ് തുറന്നതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച് കാത്തിരിക്കുകയാണ് നടി. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച മനസ്സോടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റൊരു പ്രധാനപ്പെട്ട കോടതി വാർത്തയിലേക്കാണ്. ഇനി തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം നടത്തിയ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടുതൽ സമയം തേടിയിരുന്നു. പോലീസ് നടപടികൾ വിശദീകരിക്കാൻ വഞ്ചിയൂർ SHOയും ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. ആരെല്ലാമാണ് പ്രതികളെന്ന് ഇന്ന് അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, എന്നതിന്റെ തുടർ നടപടികളാണ്. ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നാണ് വഞ്ചിയൂർ SHOയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള CPM ഏരിയ സമ്മേളനം നടത്തിയതിനെതിരെയാണ് കോടതി രൂക്ഷമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോടതി അലക്ഷ്യമാണ്, അതല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് വഞ്ചിയൂർ CI ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണം. കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നൽകിയിരിക്കുന്ന സൂചന. മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ മഞ്ചൂരിൽ ഈ റോഡ് അടച്ച് യോഗം നടത്തിയ കേസ് എടുത്തോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കേസ് എടുത്ത അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് അത് ഈ പറയുന്നത് പോലെ കേസിന്റെ പരിധിയിൽ വരുത്തുന്ന ഒരു കാര്യം പോലീസ് കൂടി ആലോചിച്ചോ എന്നുള്ള കാര്യവും കോടതി ഇക്കാര്യം ചോദിച്ചപ്പോഴാണോ അതിനെപ്പറ്റി ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരുപക്ഷെ കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുമായിരുന്നു എന്നൊരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വഞ്ചിയൂർ CIയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ പറഞ്ഞിരിക്കുന്നത്. വഞ്ചിയൂർ CI ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കണം. അതുപോലെ വഴി അടച്ചുള്ള പൊതുയോഗങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നടപടി എന്താണെന്നും ഇന്ന് കോടതി അറിയിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള യോഗങ്ങൾ വിലക്കിയിട്ടുള്ള ഉത്തരവ് ലംഘിച്ചെന്നാണ് അതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിലെത്തിയ ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരാണ് ഈ കേസിലെ എതിർ കക്ഷികൾ.
അശ്വതി. ശരി ആര്യ. ചാണ്ടി ഉമ്മന് പിന്നാലെ വി ഡി സതീശന്റെ ശൈലി ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണം കോൺഗ്രസിൽ കൂടുകയാണ്. സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ളവർക്ക് മാത്രമേ പാർട്ടിയിൽ പരിഗണനയുള്ളൂ എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിൽ തുറന്നടിച്ചു. ഗ്രൂപ്പ് വികാരത്തിനപ്പുറം സതീശൻ വിരുദ്ധരുടെ കൂട്ടായ്മയാണ് കോൺഗ്രസിൽ ശക്തിപ്പെടുന്നത്. അതേസമയം സതീശൻ ക്യാമ്പും പുതിയ നീക്കത്തിൽ കരുതലാണ്. നേതൃത്വത്തിനെതിരെ പൊതുവിലാണ് വിമർശനമെന്ന് തോന്നുമെങ്കിലും ലക്ഷ്യം VD സതീശൻ തന്നെ. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയപ്പോൾ മുൻനിരയിൽ നിന്ന് മാറ്റപ്പെട്ടവരും തങ്ങൾക്ക് പരിഗണനയില്ലെന്ന് തോന്നുന്ന യുവനിരയിലുള്ളവരും സംഘടിക്കുകയാണ്. സതീശന്റെ ശൈലി ചോദ്യം ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഗുരുതര ആരോപണമുന്നയിക്കുന്ന യുവനേതാക്കൾ താരതമ്യം ചെയ്യുന്നതാവട്ടെ പഴയ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കാലഘട്ടവും. ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃനിരയിൽ ഇരുന്ന സമയത്ത് പോലും എടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി ആ തീരുമാനങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകൾ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം നിർഭാഗ്യം വെച്ചാൽ ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം വന്ന് പരസ്യമായി നിലപാട് പറയുക എന്ന ശൈലിയാണ് വിമത നേതാക്കളുടേത്. പക്ഷേ ഈ നീക്കം വിജയം കാണുമോ എന്ന് സംശയമാണ്. പാർട്ടിയിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കത്തിൽ സതീശൻ ക്യാമ്പും കരുതലിലാണ്. നേതൃത്വത്തെ ചോദ്യം ചെയ്തുള്ള നീക്കങ്ങൾക്ക് K സുധാകരൻ മറുപടി പറയട്ടെ എന്നതാണ് സതീശന്റെ നിലപാട്. ഞാൻ അതിനൊന്നും മറുപടി KPCC പ്രസിഡന്റ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങാനിരിക്കെ പാർട്ടിയിലെ തർക്കം വലിയ പ്രതിസന്ധിയാണ്. ഹൈക്കമാൻഡ് ഇടപെടൽ വേണ്ട നിലയിലേക്ക് സാഹചര്യം വളരുന്നു. നിലവിലെ സാഹചര്യത്തിൽ VD സതീശന് ഹൈക്കമാൻഡ് പിന്തുണ കിട്ടിയേക്കും. യുവനേതാക്കൾക്കപ്പുറം മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തെത്താനും സാധ്യതയില്ല. K സുധാകരന്റെ ശൈലി ചോദ്യം ചെയ്യുന്നവരും പുതിയ കൂട്ടായ്മയിലുണ്ടെങ്കിലും തൽക്കാലം ഇവരുടെയും മുഖ്യശത്രു VD സതീശൻ തന്നെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. KPCC നേതൃത്വത്തിന് തലവേദനയായി കണ്ണൂർ കോൺഗ്രസിലെ പൊട്ടിത്തെറി. MK രാഘവൻ MPക്കും DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജിനുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിയോജിപ്പ് പരസ്യമാക്കി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയതാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. സമവായ നീക്കത്തിന് KPCC നേതൃത്വം ശ്രമം തുടങ്ങിയതായാണ് സൂചന. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ DCC അധ്യക്ഷൻ തന്നെ വിമത സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിലൂടെ സൊസൈറ്റിയുടെ ഭരണം CPM പിടിച്ചതോടെയാണ് കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഒരിടവേളയ്ക്ക് ശേഷം കലങ്ങിമറിഞ്ഞത്. തൊട്ടു പിന്നാലെ മാടായി കോളേജിലെ നിയമന വിവാദം കൂടിയായതോടെ കാര്യങ്ങൾ കൈവിട്ടു. മാടായി കോളേജ് ചെയർമാൻ MK രാഘവൻ MP CPM പ്രവർത്തകർക്ക് പിൻവാതിൽ നിയമനം നൽകിയെന്ന ആരോപണം പാർട്ടി പ്രവർത്തകർ സൈബർ ഇടങ്ങളിൽ കൂടി ഏറ്റെടുത്തതോടെയാണ് വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി മാറുന്നത്. ഷുഹൈബിന്റെയും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ജീവനെടുത്തവർക്ക് കൈകൊടുക്കാൻ MK രാഘവൻ എങ്ങനെ കഴിയുന്നുവെന്നും DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അണികളുടെ വിമർശനം. വിഷയത്തിൽ KPCC നേതൃത്വം പരസ്യ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ സജീവമാക്കിയതായാണ് വിവരം. പക്ഷേ നിയമനം അംഗീകരിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വഴങ്ങാത്തതാണ് നേതൃത്വത്തെ കുഴപ്പിക്കുന്നത്. കണ്ണൂർ കുഞ്ഞിമംഗലത്തെ MK രാഘവൻ MPയുടെ വസതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് മുന്നറിയിപ്പാണെന്നും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നുമാണ് എതിർപക്ഷത്തിന്റെ വാദം. പ്രവർത്തകർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാർട്ടിൻ ജോർജ് DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നുവരെ വിമർശനങ്ങളുടെ മുന നീളുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നം കൂടുതൽ വഷളാകാതെ പരിഹരിക്കുന്നതിനായി KPCC സമിതിയെ നിയോഗിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. 31 വാർഡുകളിലാണ് ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട്ട് ഡിവിഷനിലും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇതിനു പുറമെ 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. സമസ്ത പണ്ഡിത സഭയായ മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരും. സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ഭിന്നത പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിളിച്ച സമവായ ചർച്ച പാളിയിരുന്നു. യോഗം ചേരാനിരിക്കെ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ VD സതീശന് ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് ഹൌസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചു. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എത്രത്തോളം
വളരെ നിർണായകമായ മുഷാവറ യോഗം ഇന്ന് ചേരുകയാണ്. കഴിഞ്ഞ ദിവസം സമവായ ചർച്ച നടന്നിരുന്നുവെങ്കിലും അത് ഫലം കണ്ടിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇന്നത്തെ മുഷാവറ യോഗം വളരെ നിർണായകമാണ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. കോഴിക്കോടാണ് യോഗം ചേരുന്നത്. സമസ്തയിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഷാവറ യോഗം ചേരുന്നത്. സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഭിന്നത പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിളിച്ച സമവായ ചർച്ച പാളിയ സാഹചര്യവുമുണ്ട്. എന്തായാലും യോഗം ചേരാനിരിക്കെ മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് ഹൌസിന് മുന്നിൽ ഒരു പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, തീർച്ചയായും സമസ്തയ്ക്കുള്ളിലും ലീഗിനുള്ളിലും വലിയ വിവാദങ്ങൾ തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സമസ്തയുടെ പണ്ഡിത സഭയായ മുഷാവറയുടെ യോഗം ചേരുന്നത്. രാവിലെ 10 മണിയോടുകൂടി സമസ്തയുടെ കോഴിക്കോട്ടെ ആസ്ഥാനത്തിലാണ് യോഗം ചേരുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഈ സമസ്ത ലീഗ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ സമസ്തയിലെ പല നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ആ യോഗം ലക്ഷ്യം കാണാതെ പാളി. ഈ സമസ്തയുടെ മുഷാവറ യോഗത്തിന് മുമ്പായി പാർട്ടിക്കുള്ളിൽ ഒരു ധാരണ, അല്ലെങ്കിൽ സമസ്ത പാർട്ടി നേതാക്കൾക്കിടയിൽ ഒരു ധാരണ എന്നതായിരുന്നു ആ യോഗത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം കാണാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സമസ്ത യോഗം ഇന്ന് നടക്കാനിരിക്കെ കോഴിക്കോട്ടെ ലീഗ് ഹൗസിന് മുമ്പിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ ഈ മുനമ്പം നിലപാടിനെ അടക്കം വിമർശിക്കുന്നു. മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് സ്വീകരിക്കാൻ ആരാണ് VD സതീശനെ ചുമതലപ്പെടുത്തിയെന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ലീഗിനുള്ളിലും സമസ്തയിലും പൊതുവെ മുസ്ലിം സംഘടനകൾക്കുമിടയിലും UDFിൻ്റെ പ്രത്യേകിച്ചും VD സതീശൻ്റെ നിലപാട് വിമർശന വിധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാട് അംഗീകരിച്ച് മാത്രം മുന്നോട്ട് പോകുക എന്ന നിലപാടാണ് പല സംഘടനകളും സ്വീകരിക്കുന്നത്. ഈ വഖഫ് ഭൂമി ആണ് എന്ന് അംഗീകരിക്കുമ്പോഴും അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളെ ഒഴിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് സംഘടനകൾ എത്തിച്ചേർന്നതും. പക്ഷേ അത് വഖഫ് ഭൂമിയാണ് എന്ന് അംഗീകരിക്കാത്ത ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സംസ്ഥാനത്തെ മറ്റ് പല വഖഫ് ഭൂമികളിലുമുള്ള അവകാശം ഈ വഖഫ് ബോർഡിനും മുസ്ലിം സംഘടനകൾക്കും നഷ്ടപ്പെടും എന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുഷാവറ യോഗം ഈ കാര്യം കുറച്ചുകൂടി വിശാലമായി ചർച്ച ചെയ്യട്ടെ എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിന് ചർച്ചയ്ക്ക് വരും. നേരത്തെ തന്നെ ഈ KM ഷാജിയെ പോലുള്ള ആളുകൾ ഈ സമസ്തയ്ക്കുള്ളിൽ ഒരു CPMൻ്റെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ സമസ്തയ്ക്കുള്ളിൽ CPM അതിൻ്റെ ഒരു വിഭാഗം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള ആളുകൾ, പാണക്കാടി തങ്ങളടക്കം ഉള്ള ആളുകളെ നിരന്തരം വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മറുവശത്ത് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ച് PMA സലാം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തുന്ന മറ്റൊരു സാഹചര്യവും നിലവിൽ. ഇതുകൊണ്ട് തന്നെ ഈ സംഘടനകൾക്കുള്ളിലെ ഒരു സംഘർഷം അങ്ങേയറ്റം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട് ലീഗും സമസ്തയും ചില ധാരണകൾ ഉണ്ടാക്കിയിരുന്നു. ആ ധാരണകൾ പാലിക്കാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും മനസ്സിലാക്കിയിരുന്നു. ഇതും ഒരു പ്രശ്നമായി തന്നെ മുന്നോട്ട് വരാനാണ് സാധ്യത. ഒപ്പം അതാണ് അനീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്ന് ലഭിക്കാനുള്ളത് ഈ റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവമാണ്. അതിൽ ഇടിച്ച വാഹനം ഏതെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് ഇടിച്ചതെന്നാണ് FIRൽ പറയുന്നതെങ്കിൽ ബെൻസ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം. എന്താണ് അനീഷ് ഇതിലൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത്? പോലീസ് തയ്യാറാക്കിയ FIRലും തുടർന്ന് ആദ്യഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചതും ഈ സ്ഥലത്തുള്ള മറ്റ് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞതും ഈ ഡിഫൻഡർ വാഹനമാണ് ആൽവിനെ ഇടിച്ചതെന്നാണ്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ബെൻസ് കാറാണ് ഇടിച്ചത് എന്ന രീതിയിലുള്ള കണ്ടെത്തലാണ്. എന്തായാലും ഇതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 വാഹന ഉടമകളോടും വണ്ടിയുടെ RC രേഖകളും ലൈസൻസ് അടക്കമുള്ള രേഖകളും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വിശദമായ വാഹന പരിശോധനകളും നടത്തും. ഇതിനുശേഷമാവും കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തും. എന്തായാലും MVD നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ ബെൻസ് കാറാണ് ഈ ഇടിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ തന്നെ ഒരു സ്ഥാപനമായ
ഓട്ടോ 999 എന്ന പേരിലുള്ള ഈ കാർ ഡീറ്റെയിലിംഗ് മറ്റും നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഉടമസ്ഥയിലുള്ള ഉടമയുടെയും ബന്ധുവിൻ്റെയും വാഹനങ്ങളാണ് ഈ ഡിഫൻഡറും ബെൻസും. ഇരു വാഹനങ്ങളും ചേർത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. അത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപം ബീച്ച് റോഡിലാണ് ആ ചിത്രീകരണം നടന്നത്. രണ്ട് വാഹനങ്ങളും ഒരേ ദിശയിൽ മുന്നോട്ട് ചീറിപ്പാഞ്ഞു വരികയും ആ ദൃശ്യങ്ങൾ അഖിൽ പകർത്തുകയുമാണ് ചെയ്തത്. അഖിൽ ഈ റോഡിൻ്റെ മധ്യത്തിൽ നിന്നാണ് ഈ രണ്ട് വാഹനങ്ങളും രണ്ട് വശത്തൂടെ വരുന്നത് ചിത്രീകരിക്കാൻ നിന്നത്. പക്ഷേ അതിൽ ഒരു വാഹനം ദിശ തെറ്റി ഈ ആൽവിന് നേരെ വരികയായിരുന്നു എന്നാണ് പറയുന്നത്. ദൃക്സാക്ഷികളും മറ്റും അങ്ങനെ തന്നെ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു റോഡിൻ്റെ ഒരു വശത്തേക്ക് അഖിൽ തെറിച്ച് വീഴുകയുണ്ടായി എന്നും പറയുന്നു. അതുകൊണ്ട് കൃത്യമായി തന്നെ ഏത് വശത്തൂടെ വന്ന വാഹനമാണ് ഇടിച്ചതെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും എന്ന ഒരു കണക്കൂട്ടൽ തന്നെയാണുള്ളത്. ഒപ്പം ഈ സമീപത്തെ ഒരു ചെരുപ്പ് കടയിലെ CCTVയിൽ ഈ ദൃശ്യങ്ങൾ കണ്ടു എന്ന് നാട്ടുകാർ നമ്മളോടൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ നമ്മളൊക്കെ അടക്കം ഉള്ള ആളുകൾ ആ കടയിൽ ബന്ധപ്പെട്ടപ്പോൾ ആ CCTVക്ക് റെക്കോർഡിംഗ് ഇല്ല, മറിച്ച് നിരീക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള ക്യാമറയാണ് എന്ന് അറിയിച്ചു. ഒപ്പം ഈ രാവിലെ 7:30ക്കാണ് ഈ അപകടം നടക്കുന്നത്. ഉടൻ തന്നെ ആൽവിനെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് 11 കൂടി മരണം നടന്നെങ്കിലും പിന്നീട് ഏറെ വൈകിയാണ് ഈ കാര്യങ്ങൾ പോലീസിൽ നിന്നടക്കം പുറത്തേക്ക് വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ ചില ഒത്തുതീർപ്പുകൾ അല്ലെങ്കിൽ ചില ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുവെന്ന വിവരമുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ വാഹനം നീക്കുന്നതിനുള്ള ഒരു നീക്കം നടക്കുന്നുവെന്നും അറിയുന്നു. ഒപ്പം ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഈ വാഹനങ്ങൾക്കുണ്ട് എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തത ലഭിക്കൂ എന്നാണ് MVD പറയുന്നത്. എന്തായാലും അക്കാര്യം ഇന്ന് ഉണ്ടാവുമെന്നുറപ്പാണ്. ഒരുപക്ഷെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതും ഈ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങളിലേക്കും MVD കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൽവിൻ്റെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു യുവാവായിരുന്നു അഖിൽ. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെടുകയും നാട്ടുകാർ 40 ലക്ഷം രൂപയോളം പിരിവെടുത്ത് ഈ ആൽവിനെ വൃക്ക ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും പിന്നീട് വിദേശത്തേക്ക് പോവുകയുമായിരുന്നു. കഴിഞ്ഞ അടുത്തിടെയാണ് വിദേശത്തു നിന്നും മടങ്ങിയെത്തിയത്. അത് ഈ വൃക്ക ശസ്ത്രക്രിയ നടത്തിയ ശേഷം 6 മാസം കൂടുമ്പോൾ വൈദ്യപരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ആ പരിശോധനകളുടെ ഭാഗമായാണ് നാട്ടിലേക്ക് എത്തിയത്. ആ സമയത്താണ് ഈ ഓട്ടോ 999 എന്ന സ്ഥാപനത്തിൽ ഈ ആൽവിൻ നേരത്തെ ജോലി ചെയ്തിരുന്നു. ഇത്തരമൊരു സൗഹൃദത്തിൻ്റെ പുറത്താണ് ഈ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കാൻ വന്നത്. എന്തായാലും ഈ പ്രൊമോഷണൽ വീഡിയോകൾ ചിത്രീകരിക്കുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൽ വലിയ വൈദഗ്ധ്യം 21കാരനായ ആൽവിൻ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. എന്തായാലും ആ അടുപ്പത്തിൻ്റെ പേരിലാണ് ഈ ചിത്രീകരണത്തിലെത്തുകയും ദാരുണമായ ഈ സംഭവം നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡ്രൈവർമാരുടെ ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അനീഷ്. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് വൈകിട്ട് 3:30ക്കാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത്. ഹർജികൾ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് ജഡ്ജിമാർക്കെതിരെ പൂരപ്രേമി സംഘം ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ഇന്ന് 3:30ക്കാണ് ഈ കേസ് പരിഗണിക്കുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിലെ മാർഗനിർദ്ദേശ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് എടുത്ത നടപടിയെക്കുറിച്ചിന്ന് കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലും കോടതി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും അതുപോലെ ജസ്റ്റിസ് P ഗോപിനാഥും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഈ ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ ഹൈക്കോടതി സ്വീകരിച്ച ഹർജിയിലാണ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരപ്രേമികൾ നൽകിയ, അതായത് ജസ്റ്റിസുമാർക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെതിരെ ചീഫ് ജസ്റ്റിസ് നൽകിയ പരാതി നിലവിലുണ്ട്. പൂരപ്രേമികൾ മെൻഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് P ഗോപിനാഥ് പെറ്റ എന്ന് പറയുന്ന മൃഗസംരക്ഷണ സംഘടനയുടെ അഭിഭാഷകൻ കൂടിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് ഇത്തരത്തിൽ മാത്രം ഏകപക്ഷീയമായി മാത്രം തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജസ്റ്റിസ് P ഗോപിനാഥിന്റെ ഡിവിഷൻ ബെഞ്ചിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നീങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അത് പരിശോധിക്കണമെന്നാണ് പൂരപ്രേമികളുടെ ആവശ്യം. എന്നാൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ആന ഉടമകളെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട്.
മാത്രമല്ല കോടതി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ 3 മീറ്റർ അകലം ഓരോ ആനകൾക്കുമിടയിൽ 3 മീറ്റർ അകലം എഴുന്നള്ളിപ്പിനായാലും ഉത്സവത്തിന് ഉപയോഗിക്കുമ്പോഴായാലും 3 മീറ്റർ അകലം പാലിക്കണമെന്ന് നിബന്ധന വെച്ചിട്ടുണ്ട്. പൂർണ്ണത്ര ഈശ്വര ക്ഷേത്രത്തിൽ 3 ദിവസം ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചെങ്കിലും 4ാം ദിവസം ഇത് ലംഘിച്ച സാഹചര്യം കൂടിയുണ്ട് എന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതായത് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് പാലിക്കാനാണത്, ലംഘിക്കാനല്ല എന്നുള്ള കാര്യത്തിൽ, അതായത് പ്രത്യേകിച്ചും ആനകളുടെ കാര്യത്തിൽ അത് വിട്ടുവീഴ്ച ഉണ്ടായാൽ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് പോകുമെന്ന് കഴിഞ്ഞ സിറ്റിംഗിൽ ഡിവിഷൻ ബെഞ്ച് അറിയിച്ചതുമാണ്. അതിനുശേഷമാണ് ജസ്റ്റിസ് പി ഗോപിനാഥിനെ എതിരെ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ ആനയുടെ മാർഗനിർദ്ദേശവുമായി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി ഹൈക്കോടതി സ്വീകരിച്ച നടപടികൾക്കെതിരെ ജസ്റ്റിസുമാർക്കെതിരെ ചീഫ് ജസ്റ്റിസിന് പരാതി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ആനകളെ ഏതൊക്കെ തരത്തിൽ ട്രീറ്റ് ചെയ്യണം, ആനകൾക്ക് നേരെ മൃഗസംരക്ഷണ നിയമം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആനകൾക്ക് നേരെയുള്ള നാട്ടാനകൾ പരിപാലന നിയമം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. കാരണം ആനകളെ അനുസരണ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉത്സവ പറമ്പുകളിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിയന്ത്രിക്കാൻ വേണ്ടി ആനകളുടെ കാലിൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വലിയ തിരക്കുണ്ട്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചുള്ള ചട്ടങ്ങൾ പാലിച്ചാണ് എഴുന്നള്ളിപ്പ് നടന്നത്. ഉച്ചയ്ക്ക് 2 മണിവരെ സ്പെഷ്യൽ ദർശനം ഉണ്ടാകില്ല. നട നാളെ രാവിലെ 8 മണി മുതൽ തുറന്നിരിക്കും. രാജു ഗുരുവായൂർ ചേരുന്ന വിവരങ്ങളുമായി. രാജു, ഏകാദശി തൊഴാനായി വലിയ തിരക്കുണ്ടല്ലോ, അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയാണെന്ന് വലിയ ഭക്തജനക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഭക്തർക്ക് ഉള്ള ക്യൂ സംവിധാനം ക്രമപ്പെടുത്തുന്നതിനും ഗുരുവായൂരപ്പനെ തൊഴുത് വണങ്ങാനുള്ള, അതായത് ദർശനത്തിനെയാണ് ദേവസ്വം പ്രഥമ പരിഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP ദർശനമോ സ്പെഷ്യൽ ദർശനമോ അനുവദിക്കില്ല. കൂടാതെ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. പ്രാദേശികം, സീനിയർ സിറ്റിസൺ എന്നീ ക്യൂകൾ രാവിലെ 5 മണിക്ക് തന്നെ അവസാനിപ്പിച്ചു. എന്നാൽ നെയ്വിളക്ക് ചീട്ടാക്കിയിട്ടുള്ള ദർശന സൗകര്യം ഉണ്ടാകും. ഇന്നലെ പുലർച്ചെ നിർമ്മാല്യത്തോടെ തുറന്ന നട നാളെ രാവിലെ, അതായത് ഡിസംബർ 12 രാവിലെ 8 മണി വരെ തുടരും എന്നതാണ് മറ്റൊരു പ്രത്യേകത. പതിവ് പൂജകൾക്ക് മാത്രമേ ക്ഷേത്രനട അടയ്ക്കുകയുള്ളൂ. നാളെ രാവിലെ ക്ഷേത്രനട അടച്ചതിന് ശേഷം വിവാഹം, ചോറൂണ്, തുലാഭാരം, വാഹനപൂജ എന്നിവ ഉണ്ടാകില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ സുവർണമുദ്രയ്ക്കായുള്ള ഏകാദശി അക്ഷരശ്ലോക മത്സരം നടക്കുന്നുണ്ട്. ദേവസ്വം കുറൂരമ്മ ഹാളിലാണ് ആ മത്സരങ്ങൾ നടക്കുന്നത്. പ്രസാദ ഊട്ടിനായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകാദശി വ്രതം നോറ്റ് ആയിരങ്ങൾ ഇന്നലെ മുതൽ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് രാവിലെ 6:30 തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. രാവിലെ 9 മണിക്കുള്ളിൽ ഗുരുവായൂരപ്പ സന്നിധിയിൽ തിരിച്ചെത്താവുന്ന തരത്തിലാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എഴുന്നള്ളിപ്പ് നടന്നത്. സാധാരണ 3 ആനകൾ എഴുന്നള്ളിപ്പിന് പങ്കെടുക്കാറുണ്ട് എങ്കിലും ഇക്കുറി ഒരാനയെ മാത്രമാണ് പങ്കെടുപ്പിച്ച് എഴുന്നള്ളിപ്പും നടക്കുന്നത്. അതുപോലെ ഹൈക്കോടതി ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് വളരെ ശാന്തമായാണ് ഇപ്പോൾ എഴുന്നള്ളിപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി. ശരി, രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഇന്നലെ 75,000-ഓളം ഭക്തർ ദർശനം നടത്തി. ഇന്ന് 6 മണിവരെ 20,000-ലധികം പേർ സന്നിധാനത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് വൻ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും വൈകുന്നേരത്തോടെ തിരക്ക് കുറയുകയായിരുന്നു. ശ്രീജിത്ത് ചേരുന്നു സന്നിധാനത്ത് നിന്നും. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, തിരക്ക് ഇപ്പോൾ എങ്ങനെയാണ്? വിവരങ്ങൾ. അശ്വതി, ഗുഡ് മോർണിംഗ്. രാവിലെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് രാവിലെയും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉഷപൂജയ്ക്കായി നട അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭക്തർക്ക് ദർശനമില്ല. ഇവിടെ ബാരിക്കേഡ് വെച്ച് നട അടച്ചിരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് നടയല്ല, ഈ ദർശനം, ഭക്തരുടെ ഇങ്ങോട്ടുള്ള വരവ് തൽക്കാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഉഷപൂജ പൂർത്തിയാക്കിയ ശേഷം ദർശനത്തിനായി വീണ്ടും നട തുറക്കും. അതിനുശേഷം ശീവേലി ഉണ്ടാകും. എന്തായാലും വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെയും ഏതാണ്ട് ഉച്ചവരെയോളം ഏതാണ്ട് 50,000-ഓളം ഭക്തർ ദർശനം നടത്തിയിരുന്നു. പക്ഷെ അതിനുശേഷം
വൈകുന്നേരത്തോടെ അത്രത്തോളം ഭക്തരുടെ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 75,551 ഭക്തരാണ് ഇന്നലെ ആകെ ദർശനത്തിനെത്തിയത്. അതായത് 80,000 എന്ന ഇത് കടന്നിട്ടില്ല. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതായിരുന്നു ഒരു കണക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെയും ഈ ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഈ ഉഷപൂജയ്ക്ക് നട അടച്ചിരിക്കുന്ന ഒരു സമയം കൊണ്ടുകൂടിയാണ്. സാധാരണഗതിയിൽ ഈ വലിയ തിരക്കുണ്ടെങ്കിൽ പോലും ഈ ഫ്ലൈ ഓവറിൽ ഇത്രത്തോളം തിരക്ക് വരാറില്ല. അത് ഈ പ്രത്യേക പൂജകൾക്കായി നട അടയ്ക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് അങ്ങനെ ഉണ്ടാകുക. എന്തായാലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് വലിയ തിരക്കൊക്കെ ഈ 80,000-ലധികം 90,000-ഓളം ആളുകളൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു നീണ്ട ക്യൂ ഒക്കെ അപൂർവം ദിവസങ്ങളിൽ മാത്രമാണ് അങ്ങ് ശരംകുത്തിയിലേക്കൊക്കെ എത്തുന്നത് എന്നതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഇനി ഒരുപക്ഷെ വെള്ളിയാഴ്ചയൊക്കെയാണ് സാധാരണഗതിയിൽ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക. വെള്ളിയാഴ്ചയൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം 6-ാം തീയതി ആ ഒരു വലിയ റെക്കോർഡ് 92,000 എന്ന റെക്കോർഡ് മറികടക്കുമോ ഭക്തരുടെ എണ്ണത്തിൽ എന്നൊക്കെയാണ് കണ്ടറിയാനുള്ളത്. ഇന്നലെ പുല്ലുമേട് വഴിയും അല്പം തീർത്ഥാടകരുടെ എണ്ണം സാധാരണ 2,000-3,000 ഒക്കെ എത്തുന്നെങ്കിൽ ഇന്നലെ 1,000-ലധികം തീർത്ഥാടകർ മാത്രമാണ് പുല്ലുമേട് വഴിയും സന്നിധാനത്തേക്ക് എത്തിയത്. എന്തായാലും സന്നിധാനത്ത് ഉഷപൂജയ്ക്കായി നട അടച്ചിരിക്കുന്നു. പൂജകൾ നടക്കുകയാണ്. അശ്വതി, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇടവേള. വീണ്ടും വാർത്തയിലേക്ക്. പ്രതിപക്ഷത്തിനൊപ്പം ഭരണപക്ഷം കൂടി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അസാധാരണ സാഹചര്യത്തിൽ പാർലമെന്റ് ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. അദാനി വിഷയമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയാണ് ഭരണപക്ഷവും. ഈ സഭ തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ ഇന്നും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്ന സഭാ നടപടികളൊന്നും നടക്കുന്നില്ല. പാർലമെന്റ് തുടരെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ശൈത്യകാല സമ്മേളനത്തിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നത്. ആദ്യ ആഴ്ചകളിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇരുസഭകളും സമ്മേളിച്ചത് എന്നതും വ്യക്തമാണ്. പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയം അദാനി വിഷയമാണ്. അതേസമയം അതിനെ പ്രതിരോധിക്കാനായി ഭരണപക്ഷം ജോർജ് സോറസുമായുള്ള ബന്ധം ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജഗ്ദീപ് ധൻഖാറിനെതിരെ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരികയും അത് അദ്ദേഹത്തിന് പുറത്താക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. ജഗ്ദീപ് ധൻഖാർ ഏകപക്ഷീയമായാണ് പെരുമാറുന്നത്, ഭരണകക്ഷിക്ക് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. ഇതിനെ തുടർന്നാണ് 103 MP-മാർ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവരെ സ്വതന്ത്ര MP എന്ന നിലയിൽ കപിൽ സിബലും പിന്താങ്ങുന്നുണ്ട്. ഈ 14 ദിവസത്തെ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷനെ നീക്കം ചെയ്യണം. ഏകപക്ഷീയമായ ഒരു പെരുമാറ്റം ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ രാജ്യസഭയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെതിരെ ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം വരുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം ലോക്സഭാ അധ്യക്ഷനെതിരെ സ്പീക്കർക്കെതിരെ നിരവധി 2-3 തവണ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് GB മൗലങ്കാറിനെതിരെ 1954-ലും ഹുക്കും സിംഗിനെതിരെ 1966-ലുമൊക്കെ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ രാജ്യസഭയുടെ അധ്യക്ഷന് എതിരെ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം വരുന്നത്. ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു നീക്കം എന്ന നിലയിലാണ് പ്രതിപക്ഷം ഇത് നടത്തുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷം വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് കരുതുന്നത്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിസഭാ വികസന വകുപ്പ് വിഭജന ചർച്ചകൾ വഴിമുട്ടി മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാർ. ആഭ്യന്തരമടക്കം 5 പ്രധാന വകുപ്പുകളിൽ ധാരണയാകാത്തതാണ് മുഖ്യ തടസ്സമായി നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നാളെ ഒരാഴ്ചയാവും. മന്ത്രിസഭാ വികസന ചർച്ചയും വകുപ്പ് വിഭജന ചർച്ചയും വഴിമുട്ടി നിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൽ വിട്ടുവീഴ്ചയിലെ നിലപാടിലാണ് BJPയും ശിവസേനയും. മഹായുതിക്ക് ഭൂരിപക്ഷം ഉറപ്പായ ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച അജിത് പവാറിന് ധനവകുപ്പ് എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ധാരണ. മറ്റ് 4 പ്രധാന വകുപ്പുകളായ ആഭ്യന്തരം, നഗരവികസനം, റവന്യൂ, ഹൗസിംഗ് വകുപ്പുകളുടെ വെച്ചുമാറ്റത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അനൌദ്യോഗിക ചർച്ചകളാണ് നിലവിൽ. ശിവസേനയെ സംബന്ധിച്ച് നിർണായകമായ നഗരവികസന വകുപ്പ് തുടർന്നും നൽകാം എന്നതാണ് BJPയുടെ നിർദ്ദേശം.
നഗരവികസനത്തിനൊപ്പം കഴിഞ്ഞ തവണ BJP കൈവശം വെച്ചിരുന്ന റവന്യൂ കൂടി വിട്ടു നൽകിയാൽ ഷിൻഡെ വഴങ്ങിയേക്കുമെന്ന സൂചനയുണ്ട്. എന്നാൽ റവന്യൂ വിട്ടു നൽകാനും BJP തയ്യാറല്ല. പകരം BJPയുടെ പക്കലുണ്ടായിരുന്ന ഹൗസിംഗ് വകുപ്പ് വിട്ടു നൽകുക എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. സാമ്പത്തിക തീരുമാനങ്ങളിൽ നിർണായകമാണ് നഗരവികസനം, റവന്യൂ, ഹൗസിംഗ് വകുപ്പുകൾ. നിലവിൽ എല്ലാ വകുപ്പുകളുടെയും ചുമതല മുഖ്യമന്ത്രിക്കാണ്. 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കുമെന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ BJP നേതൃത്വം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ഫ്രാൻസിൽ പ്രധാനമന്ത്രിയായി ഇടതുപക്ഷ നേതാവ് വരണമെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ഒലിവിയർ ഫൊറോ. വീണ്ടും വലതുപക്ഷ നേതാവിനെ അധികാരത്തിലെത്തിക്കാനാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നീക്കമെങ്കിൽ സമവായ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നും ഫൊറോ നിലപാട് വ്യക്തമാക്കി. അവിശ്വാസ പ്രമേയത്തിൽ മൈക്കിൾ ബാർണർ പരാജയപ്പെട്ടിട്ട് ദിവസങ്ങളായിട്ടും ഫ്രാൻസിൽ പുതിയ പ്രധാനമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. പ്രസിഡന്റ് മാക്രോണിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇടതുപക്ഷത്തു നിന്ന് വരണമെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ഒലിവിയർ ഫൊറേ തന്റെ നിലപാട് പ്രഖ്യാപിച്ചത്. വീണ്ടും വലതുപക്ഷത്തെ അധികാരത്തിലെത്തിക്കാനാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നീക്കമെങ്കിൽ ഇനി ഒരു ചർച്ചകൾക്കും തങ്ങളില്ലെന്നും ഫൊറേ പറഞ്ഞു. രാജ്യത്തെ നിത്യച്ചെലവ് കുറയ്ക്കുന്നതും പെൻഷൻ ഉറപ്പാക്കുന്നതിനുമാണ് ഇടതുപക്ഷം പ്രഥമ പരിഗണന നൽകുന്നത്. വോട്ടർമാർ തങ്ങളോട് കാട്ടിയ വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും ഫൊറേ എക്സിൽ പോസ്റ്റ് ചെയ്ത കത്തിൽ കുറിച്ചു. അതേസമയം ഇടത് സഖ്യത്തെ പിളർത്തി പുതിയ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അധികാരമെന്നും സഖ്യമെന്നും കേട്ട് ആരും വീഴരുതെന്നാണ് തീവ്ര ഇടതുപക്ഷമായ ലാ ഫ്രാൻസ് ഇൻസൗമീസ് നേതാവ് മാനുവൽ ബോംബാർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ജൂലൈയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. എന്നാൽ 190 സീറ്റുകൾ നേടിയ ഇടതു സഖ്യമായ പോപ്പുലർ ഫ്രണ്ടിനെ മറികടന്ന് 160 സീറ്റുകൾ നേടിയ മാക്രോണിന്റെ എൻസെമ്പിൾ സഖ്യത്തെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കുകയായിരുന്നു. ബാർണറുടെ പുറത്താക്കലോടെ പരുങ്ങലായ ഇമ്മാനുവൽ മാക്രോൺ ന്യൂ ഇയറിന് മുമ്പ് ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ 2 മലയാളികളെ ഇനിയും മോചിപ്പിക്കാനായില്ല. തൃശൂർ കുറാഞ്ചേരി സ്വദേശിയായ ജെയിൻ, ബിനീഷ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. എല്ലാവരെയും മടക്കിക്കൊണ്ടുവരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചെങ്കിലും ജെയിനിന്റെയും ബിനീഷിന്റെയും കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നേരത്തെ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ഒരു തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കടുത്ത നടപടി സ്വീകരിച്ചതായി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം കലാപവും നശീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മൊത്തം 88 കേസുകൾ ഫയൽ ചെയ്യുകയും 70 വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ബംഗ്ലാദേശ് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായത്. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു ഉന്നതതല സന്ദർശനം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. മുഹമ്മദ് യൂനുസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക ബംഗ്ലാദേശിനെ അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അവിടുത്തെ വിദേശകാര്യ വിഷയങ്ങളിൽ ഒരു ഉപദേഷ്ടാവായ തൗഹീദ് ഹുസൈനെയും കാണുകയും ചെയ്തു. സ്വാഭാവികമായും ഇന്ത്യ ഉന്നയിച്ച ആശങ്ക അതീവ ഗൗരവത്തോടെ ബംഗ്ലാദേശ് എടുക്കും എന്ന് നമ്മൾ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ബംഗ്ലാദേശ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചതിൻ്റെ കണക്കുകൾ ഈ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിൻ്റെ പ്രസ് സെക്രട്ടറി സഫീഖുൽ ആലമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 88 സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 70ഓളം പേരെ ഇപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ന്യൂനപക്ഷങ്ങളായ ഈ ബുദ്ധമതത്തിലെയും ക്രിസ്ത്യൻ വിഭാഗത്തിലെയും ആളുകൾക്ക് നേരെ 62 അക്രമങ്ങൾ നടന്നതായി ബുദ്ധ ക്രിസ്ത്യൻ പരിഷത്ത് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അത് ഓഗസ്റ്റ് 4 മുതൽ 20 വരെ നടന്ന അക്രമങ്ങളാണ്. അതിൽ 35 പേർ ആ പരാതി ഗൗരവമായി എടുക്കുകയും 35 പേരുടെ അറസ്റ്റ് സാധ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് മതസ്ഥാപനങ്ങൾക്ക് നേരെ ഓഗസ്റ്റ് 5 മുതൽ ഒക്ടോബർ വരെ ഈ 26 ആക്രമണങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. അതിൽ 35 പേർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയും ഈ കണക്കുകൾ കൂടും. ഇതുകൂടാതെ 2-3 സ്ഥലങ്ങളിൽ ഗയിലും അതുപോലെ ഗസിപ്പൂരിലും ഒക്കെ കൂടുതൽ ആക്രമണങ്ങൾ നടന്നതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇവിടെയെല്ലാം ശക്തമായ നടപടികളിലേക്ക് ബംഗ്ലാദേശ് സർക്കാർ നീങ്ങും. ന്യൂനപക്ഷ സംരക്ഷണം എന്ന ഇന്ത്യ ഉയർത്തിയ ആവശ്യത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാട് ബംഗ്ലാദേശിൽ നിന്ന് വരുമ്പോൾ അത് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനം ഫലം കാണുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്.
വിവരങ്ങൾ നൽകിയത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 13ാം മത്സരം ഇന്ന് 6-6 എന്ന സ്കോർ ലൈനിൽ തുടരുന്ന ഇന്ത്യൻ താരം ഗുകേഷിനും ചൈനീസ് താരം ഡിങ് ലിറനും ഇന്ന് നിർണായക പോരാട്ടമാണ്. 12ാം മത്സരത്തിലെ തോൽവി മറികടന്ന് തിരിച്ചുവരാനുള്ള ഗുകേഷിന്റെ നീക്കത്തെ തകർക്കാൻ സാധിച്ചാൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ സ്വന്തമാക്കാൻ ഡിങ് ലിറന് അധികം വിയർക്കേണ്ടി വരില്ല. ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം. ഇനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഡിസംബർ 11 ഡിസംബർ 11 സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 വക ആശംസകൾ അറിയിക്കുകയാണ്. ആദ്യത്തെ പിറന്നാളുകാരി ആരാണെന്ന് നോക്കാം. നിധി പി നായർ. നിധി പുതിയ അമ്മയാണെന്ന് മനസ്സിലാവും നമുക്ക് ഫോട്ടോയിൽ നിന്ന്. എന്തായാലും നിധി, ഹാപ്പി ബർത്ത്ഡേ, വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. നെയ്യാറ്റിൻകര വ്ളാങ്ങാമുറി സ്വദേശിയായ അഞ്ജുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അഞ്ജുവിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ സഹപ്രവർത്തക നിത്യ പി നായരുടെയും നന്ദകുമാറിന്റെയും വിവാഹ വാർഷികമാണ്. 7ാമത്തെ വിവാഹ വാർഷികമാണിന്ന്. രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാകട്ടെ നിത്യ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ന്യൂസ് 18 ആഘോഷിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. മറ്റു വാർത്തകൾ കൂടി നോക്കാം. വീടുകളിൽ വെള്ളം കയറുന്നതിൽ കൊച്ചി താന്തൂന്നിത്തുരുത്തുകാരുടെ സമരങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുപോലും എത്താത്ത ഒരിടം. ജില്ലാ ഭരണകൂടത്തിന്റെ അവഗണനയോട് പ്രതിഷേധിക്കാതെ മറ്റു വഴിയില്ല ഈ തുരുത്തു നിവാസികൾക്ക്. പിള്ളേർക്കെങ്കിലും എന്താണ് ഒരു വോട്ടാ വഞ്ചി അതുമില്ല. ഞങ്ങളെ ആകാശത്ത് എന്ന് വെച്ചാൽ ഞങ്ങളെ നരകിപ്പിച്ച് കൊല്ലിയാണ്. എന്തോരം ഇതാണ് മോളെ റോഡിലൊക്കെ കാണിച്ചിട്ടേക്കണത്. ആ നമ്മുടെ തെക്കേ ചേട്ടിന്ന് ഇവിടെ മരം ടൈലും സാധനങ്ങളും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എത്രയും വേണ്ടല്ലേ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കയറാനുള്ള പാലം ഇടിയാണെങ്കിൽ അതും ഞങ്ങൾക്കില്ല. ഒരു വാഹനം ഇല്ല. ഒരു വാഹനമുള്ളത് വല്ലപ്പോഴേക്കാണ്. മെട്രോ നഗരമെന്ന അഭിമാനത്തോടെ നമ്മൾ വിളിക്കുന്ന കൊച്ചിയിൽ ജീവിക്കുന്നവരാണ് ഇവരും. ഈ തുരുത്തിൽ നിന്നും പുറത്തേക്ക് വഞ്ചി തുഴഞ്ഞെത്താൻ മാത്രം വിധിക്കപ്പെട്ടവർ. റോഡില്ല, വെള്ളക്കെട്ട്, വേലിയേറ്റം വന്നാൽ വീടുകളിലെ അവസ്ഥ ഇതാണ്. ഇത് ഞങ്ങൾ പുതിയതായിട്ട് അടിച്ചതാണ്. ഇത് സിമെന്റ് പ്രൈമർ കൂടിയ പ്രൈമർ മേടിച്ച് അടിച്ചതാണ്. എന്നിട്ടും തെള്ളിപ്പോവുകയാണ്. ഉപ്പിന്റെ ഇതാണ്. വെള്ളം ഇത്രയും പൊങ്ങും. തിരയുടെ അകത്ത് വരെ കയറും. ഇത്രയും പൊങ്ങി നിൽക്കും വെള്ളം. നല്ലൊരു റോഡോ പാലമോ ആശുപത്രിയോ ഒന്നും ഇവർക്ക് വേണ്ട. ആകെ ഒരു ആഗ്രഹം മാത്രം. മഴ പെയ്താലും വേലിയേറ്റം വന്നാലും വെള്ളം കയറാത്തൊരു വീട്. പണ്ടിനാണെന്ന് വെച്ചാൽ വീട്ടിൽ വെള്ളം കയറി ആകെ പ്രശ്നമായിട്ടിരിക്കണം. അതുകൊണ്ടാണ് അത്രയും ഗതികെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിൽക്കാൻ പറ്റില്ല, അവിടെ ഒട്ടും നിൽക്കാൻ പറ്റില്ല. വീടിൻ്റെ അകത്ത് ചെളി എല്ലാം വന്നു. അവിടെ ഒന്ന് നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോലും പറ്റണില്ല വീട്ടുകാർക്ക്. പുറത്തുനിന്ന് എത്രയെന്ന് വെച്ചാൽ പുറത്ത് ഞങ്ങൾ അത്രയും കാശുകാരൊന്നുമില്ല. ഔട്ടർ ബണ്ട് നിർമ്മിച്ചു നൽകാമെന്ന് കളക്ടറും ഗോശ്രീ ഐലൻഡ് വികസന അതോറിറ്റിയും പലതവണ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. 20 വർഷമായി ഇവിടെ താന്തോന്നിത്തുരുത്തിൽ വെള്ളം കയറാൻ തുടങ്ങിയത്. അതിനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം ഈ സ്കൂളിൽ വന്ന് ചാത്തിയത്ത് സ്കൂളിൽ വന്ന് കിടന്ന് 3 ദിവസം. ഇതും കഴിഞ്ഞ് ഇവിടെ വന്ന് 3 ദിവസം കിടന്ന് അന്തിപ്പാതിരത്ത്. അപ്പോൾ ഓരോ വർഷം ഇങ്ങനെ വരുമ്പോഴേക്കും കയറി കിടക്കുന്നതാണ്. പൊള്ളയായ വാഗ്ദാനങ്ങൾ പലതും ഉണ്ടായെങ്കിലും താന്തോണിത്തുരുത്തുകാർ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ ഇസ്രയേൽ ടെക്നോളജിയിൽ ഒരുക്കിയ ജലസേചന പദ്ധതി ഉപയോഗശൂന്യമായി. കരുണാപുരം, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളിലായാണ് പദ്ധതി തയ്യാറാക്കിയിരുന്നത്. കടുത്ത വരൾച്ച നേരിടുന്ന തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പദ്ധതി. തമിഴ്നാട് അതിർത്തിയിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതായിരുന്നു പദ്ധതി. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇതിനായി 3 കോടിയോളം രൂപ ചെലവിട്ടു. തടയണകൾ, വാട്ടർ ഷെഡുകൾ, കുഴൽക്കിണർ റീചാർജിംഗ്, കിണർ റീചാർജിംഗ്, കല്ല് കയ്യാലകൾ തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി. ഇസ്രയേൽ ടെക്നോളജിയിൽ നിർമ്മിച്ച ഷീറ്റ് ഉപയോഗിച്ചായിരുന്നു മൺചിറകളും വാട്ടർ ഷെഡുകളും നിർമ്മിച്ചത്.
കരുണാപുരം കച്ചേക്കാനത്ത് 3 കർഷകർ സൗജന്യമായി വിട്ടുനൽകിയ ഭൂമിയിലാണ് 15 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന തടയണ നിർമ്മിച്ചത്. എന്നാൽ നിർമ്മിച്ച മാസങ്ങൾക്കുള്ളിൽ തടയണയിൽ വിള്ളൽ വീണു. ആവശ്യമായ വെള്ളം നിലവിൽ ഇവിടെ ശേഖരിക്കാനാകുന്നില്ല. വിവിധ വാർഡുകളിലായി നിർമ്മിച്ച വാട്ടർ ഷെഡുകൾ ഉപയോഗശൂന്യമാണ്. ഇവയിലും വെള്ളം ശേഖരിക്കാനാവില്ല. കുളം ഉണ്ടാക്കി നമുക്ക് പറമ്പ് കൊടുത്തപ്പോൾ അവിടെ കുളമെല്ലാം റെഡിയാക്കി. പക്ഷേ അത് ഉണ്ടാക്കിയതിനകത്ത് ഡിഫക്റ്റ്, അതിനകത്തുണ്ടായ നിർമ്മാണത്തിനുണ്ടായ അപാകത മൂലം അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല. പുള്ളി വെള്ളം ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളം നിറഞ്ഞാലും അത് വറ്റിപ്പോവാം. യാതൊരു പ്രയോജനമില്ല. എൻ്റെ പറമ്പ് അത്രയും സ്ഥലം പോയതല്ലാതെ യാതൊരു ഇല്ല. അതിനകത്ത് ശരിക്കും ക്രമക്കേടുണ്ടായിരുന്നെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് അന്ന് അറിഞ്ഞിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ അത് നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് വളരെ മോശമായ രീതിയിൽ പണിതതിൻ്റെ ഭാഗമായിട്ട് അതിലൊക്കെ ലക്ഷങ്ങൾ ബില്ല് മാറി എടുത്തിട്ടുണ്ടായിരിക്കും. പദ്ധതി ഫലപ്രദമാകുമോ എന്നത് ഉറപ്പുവരുത്താൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തിയതുമില്ല. പദ്ധതിയുടെ മറവിൽ അഴിമതി നടന്നതായാണ് ആരോപണം. ആ വർക്ക് ചെയ്തത് ഒരു കൊട്ടേഷനിലൂടെ പോകാതെ ഒരു കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഒരു കോൺട്രാക്ടറെയാണ് അന്ന് ഈ ജോലി ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ഇസ്രയേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ഷെഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എങ്കിൽ അത് പൂർണ്ണമായും പരാജയപ്പെടുകയും ചെറുകിട കർഷകർക്ക് ജലം ശേഖരിച്ച് വെച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധ്യമാകുന്ന രീതിയിലൊരു പദ്ധതി ആയിരുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ്. മഴ കുറവ് ലഭിക്കുന്ന അതിർത്തി മേഖലയിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷയേകിയ പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിച്ചത്. നടത്തിപ്പിലെ കെടുകാര്യസ്ഥത സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതും കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി GMLP സ്കൂളിലെ വർണ്ണക്കൂടാരം ശ്രദ്ധേയമാകുന്നു. കുട്ടികളുടെ വിനോദത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഭീമൻ മത്സ്യം, ആനയും പാമ്പും വെള്ളച്ചാട്ടവും, മറുവശത്ത് ഫുട്ബോൾ ടർഫും ട്രെയിനും. പട്ടാമ്പി GMLP സ്കൂളിലെത്തുന്ന ആരെയും സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. ക്ലാസ് റൂമുകളിൽ ഒരുക്കിയ ചുമർചിത്രങ്ങളും കളിയുപകരണങ്ങളും പഠന സാമഗ്രികളും ആകർഷകമാണ്. പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി സർവശിക്ഷ കേരളയുടെ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. പട്ടാമ്പി നമ്മുടെ GMLP സ്കൂള് അതിന്റെ ഏറ്റവും മനോഹരമായ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടത്. SSK ഫണ്ട്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ PTA, SMC തുടങ്ങിയ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. SSK വഴി 10 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. എന്നാൽ വളരെ നന്നായി ഇവിടെ ഇത് യാഥാർത്ഥ്യമാക്കി. ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പ്രകൃതിയോടിണങ്ങിയും പഠന പ്രവർത്തനം നടത്താൻ ഇവിടെ സാധിക്കും. ന്യൂസ് 18 പട്ടാമ്പി. ക്രിസ്മസിന് ഇനിയും 2 ആഴ്ചയിലധികം ഉണ്ടെങ്കിലും അലങ്കാര ചെപ്പുമായി കൊച്ചി ഉണർന്നു കഴിഞ്ഞു. ക്രിസ്മസ് കൂടുതൽ മാസാക്കാൻ അലങ്കാര വസ്തുക്കൾ തിരഞ്ഞെത്തുന്നവരുടെ ഒഴുക്കാണിപ്പോൾ കൊച്ചിയിലെ ബ്രോഡ്വേയിൽ. ഡിസംബർ പിറന്നതേയുള്ളൂ, മഞ്ഞു പെയ്തു തുടങ്ങിയിട്ടേയുള്ളൂ. ബ്രോഡ്വേയിൽ ക്രിസ്മസ് കാലമെത്തി. വരും ദിവസങ്ങളിൽ ഇവിടെ മണ്ണുനുള്ളിയിടാൻ ഇടമില്ലാത്ത തിരക്കാകും. 10 രൂപ മുതൽ അലങ്കാര വസ്തുക്കൾ കിട്ടും. കുഞ്ഞൻ ക്രിസ്മസ് പാപ്പ മുതൽ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണവൈവിധ്യത്തിലുള്ള വലിയ ട്രീകൾ വരെ 180 രൂപ മുതൽ ക്രിസ്മസ് ട്രീകൾ ലഭിക്കും. റേറ്റ് ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം അതേ സെയിം റേറ്റ് തന്നെ. പിന്നെ വെറൈറ്റി കുറച്ച് കൂടിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ആയുള്ള ഐറ്റംസ്, പിന്നെ നമ്മുടെ ഡോർമേ ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്, പിന്നെ മിനിയേച്ചർ ടൈപ്പ് ട്രീകൾ, അങ്ങനെ പല വെറൈറ്റികൾ ഇപ്രാവശ്യം പുതിയ വന്നിട്ടുണ്ട്. പിന്നെ പപ്പാനികളുടെ
ഒരു നല്ലൊരു ശേഖരം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ചെറുതും വലുതുമായിട്ടെല്ലാം ഉണ്ട്. അല്ല, ഇവിടെ ഒരുക്കി തുടങ്ങിയില്ല, ആൾക്കാരെല്ലാം ഒരുക്കി തുടങ്ങിയില്ല. പിന്നെ കടകളിലേക്കുള്ള സപ്ലൈ കഴിഞ്ഞു നമ്മുടെ. ഡിസംബർ ആയാൽ പിന്നെ കൊച്ചിക്കാരെല്ലാം ബ്രോഡ്വേയിലുണ്ടാകും. ആദ്യം എത്തിയാൽ കുറഞ്ഞ വിലയ്ക്ക് കൈനിറയെ ഡെക്കോറുകൾ വാങ്ങാം. ക്രിസ്മസ് അടുക്കുമ്പോൾ വിലയേറും. ഇവിടെ തന്നെ സാധനങ്ങൾ അധികം ഉള്ളത്, അതാണ് ഇവിടെ വന്നത്. പിന്നെ ക്രിസ്മസിന്റെ ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ കാശ് കൂടും. തുടക്കത്തിലാകുമ്പോൾ ഇച്ചിരി റേറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. സാദായുടെ തൊപ്പികൾക്കും വസ്ത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ബ്രോഡ്വേ ആകെ ചുവപ്പും വെള്ളയും നിറങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. LED ബൾബുകളുടെ വേറിട്ട കാഴ്ചയും കൗതുകമുണർത്തും. കണ്ണടച്ചു തുറക്കും മുൻപേ ക്രിസ്മസ് കാലം ഇങ്ങെത്തി. കൊച്ചിക്കാരും ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങി തുടങ്ങി. കൊച്ചി ബ്രോഡ്വേയിലെ മേത്തർ ബസാറിലേക്കാണ് ക്രിസ്മസ് ഒരുക്കത്തിനായി എല്ലാവരും ഒഴുകിയെത്തുന്നത്. വെറൈറ്റി കൊണ്ടും വിലക്കുറവ് കൊണ്ടും ഇവിടം അത്ഭുതമാവുകയാണ്. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആത്മീയരവിതൻ, ന്യൂസ് 18 കൊച്ചി. ഇടവേള. ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ, വാർത്തകൾ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് തുടങ്ങും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം. 1 മാസം കൊണ്ട് വാദം പൂർത്തിയായേക്കും. 2017 ഫെബ്രുവരി 17 നടന്ന സംഭവത്തിലാണ് കേസ്. 8 പ്രതികളുള്ള കേസിൽ 8ാം പ്രതി നടൻ ദിലീപാണ്. ദിലീപ് റിമാൻഡിൽ കഴിഞ്ഞത് 85 ദിവസമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികൾ പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് ലഭിക്കുന്ന ഭീഷണി സന്ദേശങ്ങളിൽ നടപടി സ്വീകരിക്കാൻ നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. നോഡൽ ഓഫീസറെ നിയോഗിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ SIT ഹൈക്കോടതിയെ അറിയിക്കും. ഹേമ കമ്മിറ്റി രൂപീകരണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് മറുപടി നൽകിയേക്കും. ചലച്ചിത്ര മേഖലയിൽ ഇടക്കാല മാതൃക പെരുമാറ്റച്ചട്ടം മാർഗനിർദ്ദേശങ്ങളിലൂടെ നടപ്പാക്കണമെന്ന WCCയുടെ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉച്ചയ്ക്ക് മുമ്പ് അറിയാം. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി തച്ചമ്പാറ പഞ്ചായത്ത് ഭരണത്തിൽ ഫലം നിർണായകമാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട്ട് ഡിവിഷനിലെ ഫലവും വരും. ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 4 ബ്ലോക്ക്, 3 മുനിസിപ്പാലിറ്റി, 23 പഞ്ചായത്ത് വാർഡുകളിൽ. വഞ്ചിയൂരിൽ വഴിമുടക്കിയ CPM നേതാക്കൾ ആരൊക്കെയെന്ന് ഇന്നറിയാം. കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പോലീസ് നടപടികൾ വിശദീകരിക്കാൻ വഞ്ചിയൂർ SHOയും ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. ആരെല്ലാമാണ് പ്രതികളെന്ന് ഇന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി സമ്മേളനത്തിനായി റോഡ് കെട്ടിയടച്ചതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സമസ്ത പണ്ഡിത സഭയായ മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരും. സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം ചേരാനിരിക്കെ ലീഗ് ഹൌസിന് മുന്നിൽ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്ന് ആവശ്യം. റീൽസ് ചിത്രീകരണത്തിനിടെ കോഴിക്കോട് മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ആൽവിനെ ഇടിച്ച വാഹനം ഏതെന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു. ലാൻഡ് റോവർ ഡിഫൻഡറാണ് ഇടിച്ചതെന്ന് FIRൽ പറയുമ്പോൾ ബെൻസ് ആണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്ത് കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുക. വൈകിട്ട് 3:30 ഹർജികൾ പരിഗണിക്കുന്ന ജഡ്ജിമാർക്കെതിരെ പൂരപ്രേമി സംഘം ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. പാർലമെന്റ് ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായേക്കും. പ്രതിപക്ഷത്തിനൊപ്പം ഭരണപക്ഷം കൂടി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അസാധാരണ സാഹചര്യം തുടരുകയാണ്. കോൺഗ്രസ് അദാനി വിഷയം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം ജോർജ് സോറസ് ബന്ധം ആരോപിച്ച് രംഗത്തുവരും.
ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 13ാം മത്സരം ഇന്ന് 6-6 എന്ന സ്കോർ ലൈനിൽ തുടരുന്ന ഇന്ത്യൻ താരം ഗുകേഷിനും ചൈനീസ് താരം ഡിങ് ലിറനും ഇന്ന് അതീവ നിർണായക പോരാട്ടമാണ്. 12ാം മത്സരത്തിലെ തോൽവി മറികടന്ന് തിരിച്ചുവരാൻ ഗുകേഷ്. മത്സരം ഉച്ചയ്ക്ക് 2:30. ഇന്ന് ഗുരുവായൂർ ഏകാദശി. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വലിയ തിരക്ക്. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള ചട്ടങ്ങൾ പാലിച്ചാണ് എഴുന്നള്ളത്ത് നടത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ സ്പെഷ്യൽ ദർശനം ഉണ്ടാകില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് യോഗം ചേരും. സ്വാമി അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളുടെ നിർമ്മാണവും വിതരണവും ഏത് കമ്പനിയെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കും. ഈ മണ്ഡലകാലത്ത് തന്നെ വിൽപ്പന ആരംഭിക്കാനാണ് തീരുമാനം. മുൻ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ സംസ്കാരം ഇന്ന്. കൃഷ്ണയുടെ മൃതദേഹം രാവിലെ ജന്മനാടായ മധുരുവിലെ സോമനഹള്ളിയിലെത്തിക്കും. കൃഷ്ണ അന്തരിച്ചത് ഇന്നലെ രാവിലെ. ഇനി സോഷ്യൽ മീഡിയയിലെ വൈറൽ വീഡിയോകളുമായി അതിന്റെ വിശേഷങ്ങളുമായി അജയും അനുശ്രീയും എത്തും. ഇത് കണ്ടോ.